ജനറിക് പ്രോസസ് മോഡലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ജനറിക് പ്രോസസ് മോഡലിൽ സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഫ്രെയിം വർക്ക്, അംബ്രല്ല ആക്ടിവിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി അതിനൊരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രോസസ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസും അതിൻ്റെ കൂടെ അംബ്രല്ല ആക്ടിവിറ്റീസും കൂടി ചേർന്നാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന്. സോഫ്റ്റ്വെയർ പ്രോസസ്സിലെ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ടുള്ള 5 കമ്പോണൻറ്റ്: കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്. അതാണ് 5 ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ്. അതേസമയം അംബ്രല്ല ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് അനദർ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്ന അഡീഷണലായിട്ട് വരുന്ന ആക്ടിവിറ്റീസുകളാണ് അംബ്രല്ല ആക്ടിവിറ്റീസുകൾ. അതിൽ തന്നെ പറയുന്ന ഫ്രെയിം വർക്ക് ആക്ടിവിറ്റിയിൽ ഓരോ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റിയിലും ഫ്രെയിം വർക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻസ് ആണുള്ളത്. എത്ര ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് വേണമെങ്കിലും വരാം. അതിൽ ഓരോ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസിലും അതായത് നമുക്ക് ഇൻക്രിമെൻ്റലായിട്ട് വരാം. ഒരു സ്റ്റേജ് കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്. അത് കഴിഞ്ഞ് വീണ്ടും വേണമെങ്കിൽ നമുക്ക് അതേ പ്രൊജക്റ്റ് തന്നെ വീണ്ടും നമുക്ക് അടുത്തടുത്ത് പല പല സ്റ്റേജുകളായിട്ട് വരാം. അതിനാണ് ഫസ്റ്റത്തെ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ വീണ്ടും അതിൽ അപ്ഡേഷൻ വരുമ്പോൾ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി 2, അങ്ങനെ അപ് ടു n. അതാണ് ആ ഡയഗ്രത്തിൽ കാണിക്കുന്ന /1 ലാസ്റ്റ് എക്സ്ട്രാ അപ് ടു /n ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി /n എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഓരോ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻസ് ആണുള്ളത്. നമുക്കറിയാം ആക്ഷൻസ്, ആക്ടിവിറ്റി, ടാസ്ക്, ഇതെല്ലാം കൂടി ചേർന്നാണല്ലോ പ്രോസസ്സ് എന്ന് പറയപ്പെടുന്നത്. ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷനിലും ടാസ്ക് സെറ്റുകളുണ്ട്. ഈ ഓരോ ടാസ്ക് സെറ്റുകളാണ് ഈ ആക്ഷൻ ചെയ്യുന്നത്. ആ ടാസ്ക് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വർക്ക് ടാസ്ക് ഉണ്ട്, വർക്ക് പ്രൊഡക്റ്റ് ഉണ്ട്, ക്വാളിറ്റി അഷ്വറൻസ് ഉണ്ട്, പ്രൊജക്റ്റ് മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ പല രീതിയിൽ പറയുന്നുള്ളൂ. വർക്ക് ടാസ്ക് ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന്, ബൈ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അത് വർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ. ക്വാളിറ്റി അഷ്വറൻസ് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള പോയിൻറ്റ്സുകൾ. പ്രൊജക്റ്റ് മൈൽ സ്റ്റോൺസ് പറയുമ്പോൾ ആ ഒരു നമ്മൾ ചെയ്ത വർക്കിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട്, അതിന് എത്രത്തോളം കാലം അതിന് നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് പ്രൊജക്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഓരോ എഞ്ചിനീയറിംഗ് ആക്ഷനിലുള്ളത്. എത്ര ഉണ്ടോ അത്രയും. അതാണ് ഡയഗ്രമാറ്റിക്കലായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഒരു ആക്ടിവിറ്റിയിൽ തന്നെ ഒരുപാട് ആക്ഷനുകൾ ഉണ്ടാവും. നമ്മൾ എപ്പോഴാണോ ആ പ്രോസസ്സ് ഫുൾഫിൽ ചെയ്യുന്നത് അത്രയും ആക്ഷൻസ് ഒരു ആക്ടിവിറ്റിയിലുണ്ടാവും. അങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ ഒരുപാട് ആക്ഷൻ ഉണ്ടാവും. അതുപോലെ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ ഒരുപാട് ആക്ടിവിറ്റികളും ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസുകളാണ്. ഓരോ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസും നമ്പർ ഓഫ് ഫ്രെയിം വർക്ക് ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വെക്കുക. കാരണം ഇത്രയും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായാൽ മാത്രമേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പേപ്പർ കറക്റ്റായിട്ട് പഠിച്ചു പോകാൻ കഴിയുള്ളൂ. കാരണം അത്രയും ഡെപ്തുള്ള പേപ്പറാണ്. മനസ്സിലാക്കിയാൽ സുഖമായിട്ട് സ്വന്തം വേർഡ്സിൽ എഴുതാൻ കഴിയുന്നൊരു പേപ്പറാണ്. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ടേംസുകളൊക്കെ തന്നെ ശരിക്ക് മനസ്സിലാക്കുക.